നമസ്കാരം. ചൈന കടലിൽ അഗ്നിഗോളം തീർത്ത അമേരിക്ക. വിമാനവാഹിനി കപ്പലിൽ നിന്നും ഇറാനിൽ ബോംബ് വർഷം. സത്യത്തിൽ പശ്ചിമേഷ്യ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലാണ്, യുദ്ധമുനയിലാണ് എന്ന് പറയാം. ദക്ഷിണ ചൈന കടലിൽ നിന്ന് അമേരിക്കയുടെ US വിമാനവാഹിനി കപ്പൽ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നത് ബോംബ് വർഷത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. മാത്രമല്ല, യുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള F-35 യുദ്ധവിമാനങ്ങൾ, ടൊമാഹോക്ക് മിസൈലുകൾ ഒക്കെ ഇങ്ങനെ ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കും. പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, ഏത് സമയവും നടക്കാവുന്ന ആക്രമണങ്ങൾ, ഖമേനിയുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ. പശ്ചിമേഷ്യയിൽ ഇങ്ങനെ യുദ്ധഭീതി ഒഴിയുന്നില്ല എന്നുള്ളതാണ്. ഇറാനിലെ ആഭ്യന്തര സംഘർഷം ഇങ്ങനെ രൂക്ഷമാകുന്നതിനിടെ US-ന്റെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ഇങ്ങനെ ദക്ഷിണ ചൈന കടലിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. കാരണം അങ്ങനെ ചൈന കടലിലൂടെയുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത് ഒരു ബോംബ് വർഷത്തിന് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെടുമെന്ന മുന്നറിയിപ്പ് കൂടി ലഭിച്ചതോടെ ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിശദീകരണങ്ങളൊന്നുമില്ലാതെ തന്നെ വ്യോമപാത അടച്ചുപൂട്ടി. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ യുദ്ധ വിമാനവാഹിനി കപ്പലുകൾ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കരുത്ത് വർദ്ധിപ്പിക്കുവാനാണ് അമേരിക്കയുടെ ഈ നീക്കം എന്ന് പറയപ്പെടുന്നത്. ദക്ഷിണ ചൈന കടലിൽ വിന്യസിച്ചിരിക്കുന്ന വിമാനവാഹിനി കപ്പൽ, ആ കപ്പൽ ഗ്രൂപ്പിനെ മിഡിൽ ഈസ്റ്റിലേക്ക് പുനർവിന്യസിക്കുവാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ ഉത്തരവിടുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിലോ യൂറോപ്പിലോ വിമാനവാഹിനി കപ്പലുകൾ നിലവിൽ വിന്യസിച്ചിട്ടില്ല എന്ന് US മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോഴും USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിനെയും അതിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പിനെയും ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുവാൻ പെന്റഗൺ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് അമേരിക്കൻ നെറ്റ്വർക്കുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഡിസംബർ 28 മുതൽ ഇറാനിൽ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ രാജ്യത്തുടനീളം ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ പലതും അക്രമാസക്തമായി മാറിയിരുന്നു. പ്രകടനക്കാരെ തടയാൻ സുരക്ഷാസേന ബലം പ്രയോഗിക്കുകയും അറസ്റ്റുകൾക്കും പരിക്കുകൾക്കും മരണങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. സ്വന്തം ജനങ്ങൾക്കെതിരെ ഇറാൻ അക്രമം ഉപയോഗിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അമേരിക്കൻ സർക്കാർ എത്തുകയും ഇറാനിയൻ സർക്കാരിന്റെ നടപടികളെ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ സൈനിക നീക്കം ഇപ്പോൾ അവിടെ നടക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. ആ എബ്രഹാം ലിങ്കൺ ഇപ്പോൾ മേഖലയിലേക്ക് എത്തുന്നത് ഇറാന് വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. അമേരിക്കയുടെ നാവികസേനയുടെ 5ാമത്തെ നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലാണ് ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. ഏകദേശം 1,04,300 ടൺ ഭാരവും 1092 അടി നീളവുമുള്ള ഈ കപ്പൽ 2 ആണവ റിയാക്ടറുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. ആണവായുധങ്ങൾ വിക്ഷേപിക്കുവാൻ കഴിയുന്ന F-35 യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ 5ാമത് നിമിറ്റ്സ് ക്ലാസ്സിൽപ്പെടുന്നതാണ്. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പൽ ഇപ്പോൾ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഇതിൽ ഏകദേശം 8,000-ഓളം സൈനികർ സദാ സജ്ജരായിട്ട് ജാഗരൂകരായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ശത്രു കേന്ദ്രങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള F-35C ഉൾപ്പെടെയുള്ള 70ഓളം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിലുണ്ട്. കപ്പലിന് അകമ്പടിയായിട്ട് ഗൈഡഡ് മിസൈൽസ്, ഡിസ്ട്രോയറുകളും അത്യാധുനിക അന്തർവാഹിനികളും ഇതിനോടൊപ്പം ഉണ്ടാകും. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് തകർക്കാൻ അത്രത്തോളം ശേഷിയുള്ള ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ വലിയ ശേഖരവും ഈ വിന്യാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. 30 നോട്ടിക്കൽ മൈലിന് 30 നോട്ടിന് മുകളിൽ വേഗതയിൽ സഞ്ചരിക്കുവാൻ ശേഷിയുള്ള ഇതിന് 20 മുതൽ 25 വർഷം വരെ തുടർച്ചയായിട്ട് ഇന്ധനം നിറയ്ക്കാതെ പ്രവർത്തിക്കാനുമാകും. കപ്പലിൽ ഏകദേശം 5,600ഓളം ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിലും ഏറ്റവും വലിയ കപ്പൽ. വ്യോമാക്രമണങ്ങൾ, അന്തർവാഹിനികൾ, ശത്രു കപ്പലുകൾ എന്നിവയിൽ നിന്ന് പ്രതിരോധിക്കുവാൻ ഈ കപ്പലുകൾക്ക് കഴിയുകയും ചെയ്യും. കരയിലെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുവാനും ഇവയ്ക്ക് സാധിക്കുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയാണ് ഈ വിർജീനിയ ക്ലാസ്, ലോസ് ഏഞ്ചലസ് ക്ലാസ് തുടങ്ങിയ ആണവോർജ അന്തർവാഹിനികളും സ്ട്രൈക്ക് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടേക്കാം എന്ന് പറയപ്പെടുന്നു. ശത്രു കപ്പലുകളെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുവാനും ഇതുപോലെ തന്നെ ഈ ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കുവാനും ഒക്കെ ഈ അന്തർവാഹിനികൾക്ക് കഴിയുമെന്നുള്ള പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്.
അപ്പോൾ ഇവിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടുള്ള പരിമിതമായിട്ടുള്ള ആക്രമണങ്ങൾക്കോ അതല്ലെങ്കിൽ ഭരണ നേതൃത്വത്തെ തന്നെ ലക്ഷ്യം വെച്ചുള്ള വലിയ നീക്കങ്ങൾക്കോ അമേരിക്ക മുതിർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ ആക്രമണം ഭയന്ന് ഇറാൻ തങ്ങളുടെ വ്യോമപാത മണിക്കൂറുകളോളം അടച്ചിട്ടതായ റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലുമാണ്. തങ്ങളുടെ മണ്ണിലുള്ള US താവളങ്ങൾ അത് ഇറാൻ ലക്ഷ്യമിടുമോ എന്ന ഭയം ഈ രാജ്യങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. US ഏറ്റവും വലിയ സൈനിക താവളമായിട്ടുള്ള അൽ ഉദൈദ് വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ മാറ്റിയത് ഇറാനെതിരെയുള്ള ആക്രമണം തൊട്ടടുത്താണ് എന്ന സൂചനയാണ് നിരീക്ഷകർ പറയുന്നത്. പക്ഷേ ഇതുവരെയും യുദ്ധത്തിന്റെ അലയൊലികൾ ഉണ്ടായില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇറാൻ വളരെ കൃത്യമായി ട്രംപിനെ വധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയതോടുകൂടിയാണ് ഇത്തരത്തിൽ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലായിട്ട് ഏകദേശം ഒരു 4 ലക്ഷം അമേരിക്കൻ സൈനികരുണ്ട്. ഇതിൽ കൂടുതൽ ഖത്തറിലെ അൽ ഉദൈദ് വിമാനത്താവളത്തിലാണ്. ഏകദേശം 10,000-ലധികം USS സൈനികർ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ വലിയ സൈനിക വിന്യാസങ്ങൾ നടത്തുന്നു. പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധസന്നാഹം ഒരുക്കുന്നു. യുദ്ധം ഏത് സമയം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുന്നു. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ US നിന്ന് നീങ്ങുന്ന വിമാനവാഹിനി കപ്പലുകൾ ചൈനാക്കടലിൽ അഗ്നിഗോളം തീർക്കുന്നു. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ബോംബ് വർഷം നടത്താൻ പോകുന്നു ഇറാനിൽ. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് യുദ്ധത്തിന്റെ സകല സന്നാഹങ്ങളും അമേരിക്ക ഒരുക്കി കഴിഞ്ഞു. ഒരു മൂളലിൽ, ഒരു യെസ്സിൽ മാത്രം തീരാവുന്ന, അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു യെസ്സിൽ മാത്രം തീരാവുന്നതുമാണ് ഇറാൻ എന്നുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ, യുദ്ധസന്നാഹങ്ങൾ അത് അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇറാനെ തകർക്കാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ളതൊക്കെ യുദ്ധം നടക്കുകയാണെങ്കിൽ മാത്രം പറയാൻ കഴിയുന്നതാണ്. പക്ഷേ അത്തരത്തിലൊരു യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോൾ വിരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാനുള്ള എല്ലാ സാധ്യതകളും ട്രംപ് മുന്നോട്ട് വയ്ക്കുമ്പോഴും, പക്ഷേ ട്രംപിന് തന്നെ പലപ്പോഴും യുദ്ധവെറിയനായതുകൊണ്ടും യുദ്ധക്കൊതിയനായതുകൊണ്ടും ഇറാനെ ആക്രമിക്കുവാനുള്ള ഒരു വല്ലാത്ത മത്സര ബുദ്ധി മനസ്സിലുണ്ട്. പക്ഷെ അങ്ങനെ നടക്കുകയാണെങ്കിൽ അത് ട്രംപിന്റെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.